Meet the editors. രാഹുൽ പുറത്തേക്കോ എന്നതാണ് ചോദ്യം. ഇന്നിപ്പോൾ രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തെ നമ്മൾ കാണുകയും രാഹുൽ രാജിവെക്കാൻ വരുന്നു എന്നതായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ അവിടെ വന്ന് തനിക്ക് പറയാനുള്ള ഒരു കാര്യം അതുമാത്രം സെലക്റ്റീവായിട്ട് അടർത്തിയെടുത്ത് അതും വളരെ ദുർബലമായൊരു പ്രതിരോധം തീർത്ത് മറ്റുള്ള ഒരു ചോദ്യവും ഫേസ് ചെയ്യാതെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് മിക്കവാറും എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണെങ്കിലും VM സുധീരനാണെങ്കിലും VD സതീശനാണെങ്കിലും ഈവൻ സണ്ണി ജോസഫ് ആണെങ്കിലും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുലിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ ഇപ്പോഴും രാജിവെച്ചിട്ടില്ല, തുടരുകയാണ്. രാഹുൽ പുറത്തേക്കോ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ, സംശയമൊന്നുമില്ല. കാരണം ബാക്കി എല്ലാവരും ആ കാര്യത്തിൽ ഒരൊറ്റ നിലപാടെടുത്തു കഴിഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസവും അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളിതെല്ലാം കാണുമ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു പടം ഇട്ടിട്ട് അതും രാഹുൽ ഇതും രാഹുൽ പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി ആക്രമിച്ചു. എന്നിട്ടും അയാൾ തല ഉയർത്തിപ്പിടിച്ച് നിന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പോസ്റ്റാണ്. അതായത് ഞാനും രാഹുലും ഒരുപോലെയാണ് എന്ന് പറയാൻ ഇന്ന് തോന്നിയ ധൈര്യം. അതായത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ വനിതാ കോൺഗ്രസ് നേതാക്കൾ, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം ഇയാൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ പരസ്യമായി ദുർബലമായി കൂടെയുള്ള സുഹൃത്ത് പാലക്കാട് MP മാത്രം നിൽക്കുകയും ബാക്കി എല്ലാവരും എതിർത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു പോസ്റ്റർ കാണിച്ച ഒരു ധൈര്യത്തിലൂടെ എത്രത്തോളം അദ്ദേഹം അപഹാസ്യനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഴമാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനമാണ് ഈ മാനിപ്പുലേഷൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. മാനിപ്പുലേഷൻ്റെ ക്ലാസിക് എക്സാമ്പിൾ അവന്തിക എന്ന് പറഞ്ഞ ഒരു ട്രാൻസ് വുമൺ അവർ വന്ന് പറയുകയാണ്, അവസാന നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിളിച്ച പോസ്റ്റ് അടക്കം കാണിച്ചുകൊണ്ട്, ഫോൺ കോൾ അടക്കം കാണിച്ചുകൊണ്ട് പറയുകയാണ്, എന്നോട് വളരെ മോശമായി ഇയാൾ പെരുമാറിയിട്ടുണ്ട് ഫോണിലൂടെ. ഇനി ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല എന്താണ് പറഞ്ഞെന്നുള്ളത്, നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വന്നിട്ട് വളരെ നാടകീയമായി ഒരു 20 ദിവസം മുമ്പത്തെ ഇവരെനിക്ക് ഒരു ഓഡിയോ സന്ദേശം അയച്ചിട്ടുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ അവർ പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകനുമായി ഞാൻ സംസാരിച്ചു, അതിൻ്റെ ചാറ്റും അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങും താങ്കൾക്ക് അയച്ചു തരികയാണ്. ഇങ്ങനെ ചെയ്ത ഒരു സ്ത്രീ തിരിച്ച് ഇപ്പോൾ മാറ്റി പറയുന്നെങ്കിൽ അതിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്ന മട്ടിൽ ഒരു വലിയ പുകപടലം തീർത്തുകൊണ്ട് അവസാന നിമിഷം രക്ഷപ്പെടാനുള്ള ഒരു ദുർബലമായ ശ്രമമാണ് നടത്തിയത്. അപ്പോൾ തന്നെ അവന്തിക മറുപടി പറഞ്ഞു. അവന്തികയുടെ മറുപടി കേരളത്തിലെ, ഇന്ത്യയിലെ ഒരുപാട് സ്ത്രീകളുടെ ഒരുപാട് കാലത്തെ മറുപടിയാണ്. ഒരു വളരെ പവർഫുള്ളായ ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ പേടിച്ചു നിൽക്കുന്ന സ്ത്രീകൾ ചോദിക്കാറില്ല, എന്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടില്ല, എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല, എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്ന അതേ സാധനം പേടിച്ച ഒരു സ്ത്രീ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ നേരെ രാഹുലിൻ്റെ അടുത്തല്ല പിന്നെ ആരുടെ അടുത്താണ് പോവുക? ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞാനെന്താ ചെയ്യേണ്ടത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാണ് പറഞ്ഞത്. അത് വലിയ തെളിവാക്കി എടുത്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് അവന്തിക എന്ന് മറുപടി പറഞ്ഞു, ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് ഇയാളോട് ഇതെല്ലാം പറഞ്ഞത്. അതിനുശേഷം പുറത്തേക്ക് ഓരോരുത്തർ വന്നപ്പോൾ ഞാനും പറഞ്ഞു, ഇനി ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. രാഹുലിൻ്റെ ആ വാർത്താ സമ്മേളനത്തിലെ പുകപടലത്തിന് ഒരു 5 മിനിറ്റിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എല്ലാവരും കൃത്യമായി തീർത്തു കൊടുത്തു. പക്ഷേ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലെ അവസാന നിമിഷത്തെ ധൈര്യം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ഏറെക്കുറെ നേതാക്കളും ഒക്കെ ഒരേ സ്വരത്തിൽ ഇയാൾ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ തിരിച്ച് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാതെ പറയുന്നു, ഒരു ആരോപണത്തിൻ്റെ പുകമുറയുയർത്തുന്നു. എന്നിട്ട് ഒരു കാര്യവും കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു, എനിക്കിനിയും നിങ്ങളെ കാണേണ്ടി വരും, എനിക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പുതിയൊരു തന്ത്രം കൂടി എടുക്കുകയാണ്. ബ്ലാക്ക് മെയിലിംഗ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തെടുത്തൊരു കാര്യം. ആ ചോദ്യം, ആ അറിയിപ്പ് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ്സിലെ ഏതോ പ്രധാനപ്പെട്ട നേതാക്കളെയോ കോൺഗ്രസ്സിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവിനെയോ ഉദ്ദേശിച്ചായിരിക്കണം. അതല്ലെങ്കിൽ ഈ തനിക്കെതിരെ ഉള്ള പരാതി പറയാൻ സാധ്യതയുള്ള പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളുടെ സ്ത്രീ ശബ്ദത്തിൻ്റെ ഉടമകളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്തു പറയും എന്നതുമാവാം. നോക്കൂ, എങ്ങനെയാണ് ഒരാൾ ഇന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ആരെയൊക്കെ പുകമറയിൽ നിർത്തി, ആരെയൊക്കെ മുൾമുനയിൽ നിർത്തി, ആരെയൊക്കെ വിരട്ടി. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിലെ ബൈറ്റ് എടുത്ത സാധാരണ രീതിയിൽ കേട്ടാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല. ഇതാണ് മാനിപ്പുലേഷൻ്റെ മാസ്റ്റർ കളി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥമായി പലരും വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ തന്നെ ആളുകൾ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല സൗഹൃദത്തിലിരിക്കുമ്പോൾ, പ്രണയത്തിലിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇയാൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇയാളെടുത്ത് പുറത്ത് കൊടുക്കുമോ, അതോടുകൂടി ഉള്ള മാനം കൂടി പോകുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഊഹമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് ചെയ്തവരെല്ലാം പേടിക്കണം, എല്ലാവരും പേടിക്കണം. അപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ വെളിയിൽ വരും, ഞാൻ ചത്താൽ നിങ്ങളും ചാകും എന്നുള്ളതാണ്. അങ്ങനെ
ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന രാത്രിയും പയറ്റുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് തന്ത്രം. നോക്കൂ, ഇപ്പോഴും ഒരു പരാതി പോലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ചോദിക്കുകയാണ്, ഇപ്പോൾ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ആളുകൾ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോക്കൂ, പരാതിയുണ്ടോ, ആരാണ് ആ സ്ത്രീ, ഇത്തരം ചോദ്യങ്ങളാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആളെ അറിയാം, ഇതിനൊരു ഉറവിടമുണ്ടെന്നും അറിയാം, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊരു വലിയ പ്രൊഡക്ടറായിരുന്നു എന്നുള്ളത്. പക്ഷേ കൃത്യമായ തെളിവുകളും ശബ്ദത്തിൻ്റെ ഉത്തരവാദികളും പുറത്തു വരാത്തിടത്തോളം കാലം നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സേഫ് ആക്കാനാണ്. അത് സേഫ് ആക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായി ഇതെല്ലാം കള്ളക്കഥയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജീവമാവുകയും ചെയ്യും. ഇതാണ് പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിലടക്കം ആ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തോടുകൂടി കോൺഗ്രസിന് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിയിലേക്ക് നയിച്ചത് കോൺഗ്രസിനകത്തുള്ള ആരുടെയെങ്കിലും ധാർമ്മിക പ്രശ്നമോ ഒന്നുമായിരുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിഷയം ഉന്നയിച്ചതും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയതും. ഈ വിഷയം ഒന്ന് അടുത്ത ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താ, ഈ വിഷയത്തിൽ രാജി വേണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല, അത് അവരുടെ കാര്യമാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് എന്താണ് പറഞ്ഞത്, അയാളെ പാർട്ടി പദവിയിൽ നിന്ന് പുറത്താക്കും, അതോടെ വിഷയം അവസാനിക്കും. അതോടെ വിഷയം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഓരോരോ തെളിവുകളായി പുറത്തുവിട്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ മനുഷ്യർ മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തത്, എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ എന്ന് ചർച്ച ചെയ്തത് ഈ വാർത്തകൾക്ക് പിന്നാലെയാണ്. അതോടുകൂടിയാണ് DYFIയും ആദ്യം BJP, ആ ക്രോണോളജി പറയണം, ആദ്യം BJP അതിനുശേഷം DYFI ഇങ്ങനെ തെരുവിൽ വലിയ സമരങ്ങളിലേക്ക് പോയത്. അതോടുകൂടിയാണ് മെല്ലെ 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 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് പറയേണ്ടി വന്നു. ഇപ്പോഴും ഔദ്യോഗികമായി CPMൻ്റെ നിലപാട് അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടി സെക്രട്ടറി പറയുന്നതാണ് നിലപാട്. പക്ഷേ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, DYFIക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത CPMൻ്റെ നേതാവും പറഞ്ഞത്, CPM അങ്ങനെ പറഞ്ഞു, പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പദവിയിൽ ഇരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയാണ്. CPMോ കോൺഗ്രസോ ഒന്നുമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളുമാണ് ഈ മനുഷ്യൻ പുറത്തേക്ക് പോകണം, ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞത്. അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ജനങ്ങളുടെ വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നുണ്ടെങ്കിൽ രാജകീയമല്ലാതെ മറ്റു വഴിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഒരു കാരണവശാലും കോൺഗ്രസിനോ CPMനോ ഇതൊരു പ്രീസിഡൻസ് ആയിപ്പോയാൽ പെട്ടുപോകും. ഒരു ജനപ്രതിനിധി രാജിവെക്കുക എന്നുള്ളത് ഇന്നേ വരെ ഈ സ്ത്രീപീഡന കഥകളുടെ ആരോപണങ്ങളുടെ കാലത്തിലില്ല. ഇങ്ങനെ വന്നാൽ ഇനി അങ്ങോട്ട് ഒരു തവണ രാജിവെച്ചാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? കോൺഗ്രസിന് വളരെ എളുപ്പമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ എളുപ്പം തള്ളിക്കളയാം. വളരെ മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർ മറക്കും. എന്നിട്ട് പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, നല്ലതാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു പൊൻതൂവൽ കൂടി അവരുടെ തൊപ്പിയിൽ എടുത്തു വയ്ക്കും. എന്താ ഗുണം? ഒരു കാരണവശാലും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നേട്ടം കോൺഗ്രസ്സിന്. ധാർമ്മികതയുടെ ഒരു പ്രൊഡേറ്ററായ മനുഷ്യനെ പുറത്താക്കിയതിൻ്റെ എല്ലാത്തിൻ്റെയും നേട്ടം കോൺഗ്രസ്സിന്. ഒരു നഷ്ടവും ഉണ്ടാകില്ല. അയാളെ പുറത്താക്കിയതിൻ്റെ നേട്ടം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് കിട്ടുകയും ചെയ്യും. നഷ്ടം രാഹുലിന് മാത്രമേ ഉള്ളൂ. ഇതാണ് കോൺഗ്രസിൻ്റെ പ്ലാൻ. CPM എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മടിച്ചത്? CPM രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചോദ്യം മുകേഷിൻ്റെ കാര്യം വരും. അപ്പോൾ മുകേഷിൻ്റെ കാര്യം വരുമ്പോൾ തിരിച്ച് CPMൻ്റെ ഭാഗത്തു നിന്ന് രാജിവെക്കാത്ത കോൺഗ്രസ് MLAമാരായ വിൻസെൻറ്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും വരും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്ക വിതർക്കങ്ങളുടെ കാലമായി മാറും. ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിച്ചതല്ല. ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും അവരെ കൊണ്ട് നമ്മൾ തീരുമാനിച്ച, കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച അജണ്ടയിലേക്ക് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി പുതിയ നോർമലാണ്. ഈ വിഷയം കഴിഞ്ഞാൽ ഇനി ഇതുപോലെയുള്ള വിഷയങ്ങളിൽ മുൻപ് ചെയ്ത കാര്യങ്ങൾ, ഇനി അന്ന് ചെയ്യാതിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ജനം ചർച്ച ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുമ്പോൾ അന്ന് ചെയ്യാതിരുന്നതിന്, അന്ന് രാജിവെക്കാത്തതിന്, അന്ന് ചെയ്ത നടപടിക്ക് എല്ലാത്തിനും അവർ സമാധാനം പറയേണ്ടി വരും. ഒരൊറ്റ ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് VD സതീശന് കൊടുത്ത പരാതി അദ്ദേഹം മുക്കിവെച്ചത്? അതൊരു പിതൃതുല്യമായ വാത്സല്യം കൊണ്ടാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിനെതിരെ വലിയ വിമർശനമാണ്. ഇപ്പോൾ രാജി വന്നു കഴിയുമ്പോൾ അടുത്ത ചോദ്യം വരും, ജോസഫൈൻ വനിതാ കമ്മീഷൻ ചെയർമാനായിരുന്നു, ഇതുപോലെ തന്നെയല്ലേ പറയുന്നത്? ഓർമ്മയുണ്ടോ? PK ശശിക്കെതിരായ പരാതി വന്നപ്പോൾ അത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കൊരു കോടതിയുണ്ട്, പാർട്ടി കോടതിയും പോലീസ് സ്റ്റേഷനുമാണ്, അവിടെ തീർക്കും. പരാതിക്കാരിക്ക് അവിടെയാണ് പരാതി കൊടുക്കാൻ താല്പര്യമെങ്കിൽ ഞങ്ങൾക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ആ വിഷയം പുറത്തു വരും. കാരണം ഇവിടെയും അങ്ങനെയാണല്ലോ, പരാതിക്കാരി ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പിന്നെ VD സതീശൻ ചെയ്തതിൽ എന്താ തെറ്റ്? ചുരുക്കി പറഞ്ഞാൽ ഇത്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ എങ്ങനെയാണോ ഇതുവരെ
കേരളത്തിലെ ഇടത് വലത് BJP പാർട്ടികളും മുന്നണികളും എങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുന്ന ഒരു വാട്ടർഷെഡ്, ഒരു ചരിത്ര മുഹൂർത്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ MLA സ്ഥാനം പോയാൽ ഉണ്ടാവുക. ഇതുവരെ ഒരു പാർട്ടി നേതാക്കളും പാർട്ടികളും മുന്നണികളും ചെയ്യാത്തൊരു കാര്യം നടക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ളതിനുള്ള ഉത്തരം കൃത്യമായി അവർ പറയേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണം, ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും ഇത്തരം ആരോപണങ്ങളുടെ അടുത്തൂടെയെങ്കിലും പോകാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഭയക്കും, നല്ലപോലെ പേടിക്കും. കാരണം പോകാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് നേടിയ ഒരുപാട് പദവികളാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചനും മച്ചമ്മയും കളിച്ച് കാര്യങ്ങൾ ഒതുക്കുകയായിരുന്നു പതിവ്. അതുണ്ടാവില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വെച്ച അജണ്ടയിലേക്ക് കാര്യങ്ങളെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മിക്കവാറും നാളെ രാജിവെക്കുന്നതോടുകൂടി കേരളത്തിൽ പുതിയൊരു നോർമൽ വരികയാണ്. സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നാൽ ആ നിമിഷം അയാൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു വഴക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും. വളരെ വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുമ്പ് ചെയ്ത തെറ്റ്, പാർട്ടിക്ക് പരാതി കിട്ടിയാൽ അത് പാർട്ടി തീരുമാനിച്ചോളും. പാർട്ടിക്ക് പരാതി കിട്ടിയാൽ പിതൃതുല്യമായ വാത്സല്യത്തോടു കൂടി അത് ഞങ്ങൾ തീർത്തോളാം. പിന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, അതിനുശേഷം അയാൾക്ക് വേറെ എന്തെങ്കിലും പദവി കിട്ടിയാൽ അത് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതോടുകൂടി അവസാനിക്കുവാനാണ് സാധ്യത. അങ്ങനെ അവസാനിക്കട്ടെ. ചോദ്യം, രാഹുൽ പുറത്തു പോയില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഏറ്റവും വലിയ പതനം കാണേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനൊരു മൂല്യമുണ്ട്, അതിലിപ്പോഴും അണികൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണിയടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാദം ഇതാണ്, രാഹുലും ഒരു പരിധിവരെ ഷാഫിയും ചേർന്നൊരു സംഘം കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ്. അത് കോൺഗ്രസ് എന്ന കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ കെട്ടിപ്പടുത്ത, കേരളത്തിൽ ഇപ്പോഴും മതേതരത്വത്തിൻ്റെ ഒരു തുരുത്തായി നമ്മൾ കാണുന്ന, ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ സ്വപ്നങ്ങൾക്ക് മേലുള്ള ആണിയായി മാറിയിരിക്കുന്നു. അവരുടെ പ്രസ്ഥാനത്തെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ്, മാഫിയ സംഘം ഹൈജാക്ക് ചെയ്തു എന്ന് സംശയിക്കാവുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് ഞാൻ പറയാം. പ്രേക്ഷകർ, ഇന്ന് നിങ്ങൾ BJPയുടെ നാഷണൽ വെബ്സൈറ്റിൽ വന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഞാൻ വായിക്കാം. Congress at it again. Another Congress leader, Kerala MLA Rahul Mankuttathil has been accused of sexual behavior towards women എന്ന അടിക്കുറിപ്പോടുകൂടി BJP ദേശീയ തലത്തിൽ അവരുടെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്ത വലിയ പ്രാധാന്യമുള്ള വാർത്തയായി പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, അതിനു നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതാരാണെന്നറിയാമോ? ബീഹാറിൽ ജനാധിപത്യത്തിന് വേണ്ടി ഇപ്പോൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെയാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിരിക്കുന്ന വാചകം ഇതാണ്, രാഹുൽ ആൻഡ് രാഹുൽ എന്നാണ് തലക്കെട്ട്. ഈ രാഹുലും രാഹുൽ ഗാന്ധിയെയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയുമോ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ, പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രിയപ്പെട്ട KC വേണുഗോപാൽ? നമ്മളുടെ രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP അത് ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാത്ത കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് സംഭവിച്ചതിൻ്റെ വലിയ പിഴ ഇതിനകം സംഭവിച്ചിരിക്കുന്നു. ദ ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. പ്രജ്വൽ രേവണ്ണയുടെ ചിത്രം വയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രമല്ല വെച്ചതെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രം വയ്ക്കുമ്പോൾ മറുവശത്ത് BJP പ്ലേസ് ചെയ്തിരിക്കുന്ന ചിത്രം രാഹുലിൻ്റെതാണെന്ന് മാത്രമല്ല, രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ട് കൊടുത്താണ് BJP ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈസ് ക്ലോസ് എയ്ഡ്, രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ്. ഇയാൾ രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണോ? ഈ പെർവേർട്ടഡ് സൈക്കോ ക്രിമിനൽ രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡാണോ? BJPക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ചിത്രമാണ്. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ചിത്രം വെച്ചിരിക്കുക. ഈ വാർത്തയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്ത ഏതൊരാളും ഉത്തരേന്ത്യയിൽ ധരിക്കുന്നത് എന്താ? രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യനായ മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പേരുള്ള ഒരാൾ ഇതാ സ്ത്രീകളോട് ഇൻഡീസെൻ്റായി പെരുമാറിയതിന്, സ്ത്രീകളെ ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ വിമർശനം നേരിടുന്നു എന്നല്ലേ? അതിന് രാഹുൽ ഗാന്ധി എന്തു പിഴച്ചു? ഇതാദ്യത്തെ പിഴവ്. രണ്ടാമത്തെ പിഴവ്, BJPക്ക് മാത്രമല്ല അവസരം ഒരുക്കി കൊടുത്തത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതാ. അതിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് പതിതനായി, കുറ്റാരോപിതനായി, വെറുക്കപ്പെട്ടവനായി, നാണം കെട്ടവനായി,
ഈ പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെട്ടവനായി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ ചവിട്ട് ചാടിത്തന്നാൽ എന്ന് സ്വന്തം തന്നെ വിശ്വസിച്ചു വന്ന പെൺകുട്ടിയുടെ, അതും ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിന്നെ കൊലപ്പെടുത്താൻ എത്ര സമയം വേണമെന്നറിയാമോ എന്ന് ഭീഷണിപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്തു നോക്കണം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായ അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു, കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഇവിടെ പെൺകുട്ടികളെ നിരന്തരം ചൂഷണം ചെയ്ത് ഒരു പ്രിഡേറ്ററെ പോലെ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിയ ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതൃത്വമേ, നിങ്ങൾ അയാൾ ഇനിയും രാജിവെച്ചില്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഇനി ഞാൻ പറയണോ? BJP കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർത്ത് സമീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും, ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ചെയ്ത എല്ലാ വൃത്തികേടുകളുടെയും എല്ലാ നെറികേടുകളുടെയും പ്രതിരോധം രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് അയാൾ പ്രതിരോധം തീർക്കാനും ശ്രമിച്ചതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഈ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിച്ചു കൊടുക്കണോ? നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കോൺഗ്രസിലെ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ പ്രസ്ഥാനത്തെ ഒരു കൂട്ടം ആളുകൾ ഹൈജാക്ക് ചെയ്തു എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ പ്രേക്ഷകർ വായിക്കണം. 10,17,000 കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിലെല്ലാം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ പിന്തുണച്ചുകൊണ്ടുവരുന്ന ചില മറ്റു പെർവേർട്ടുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പെർവേർട്ടുകളുടെ കമൻറ്റുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ വായിക്കണം. കേരളം എങ്ങനെയാണ് സ്ത്രീ സൗഹൃദമല്ലാതായി മാറുന്നത്, നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമായി മാറുന്നത്, രാഹുൽ ആൺകൂട്ടത്തിലുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ, അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ. ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രേക്ഷകരെ, ഇത് രാഹുലും ഷാഫിയും ഹൈജാക്ക് ചെയ്തോ എന്ന സംശയം വെറുതെ ഉണ്ടാവുന്നതല്ല. ഇവരുടേതായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു PR ഗ്രൂപ്പുണ്ട്. ആ PR ഗ്രൂപ്പ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? കോൺഗ്രസിൻ്റെ വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി എഴുതുകയും ചെയ്യുന്ന നിരവധി വനിതാ പ്രവർത്തകരുണ്ട്. അവരുടെ പേജുകളിൽ പോയി കേട്ടാൽ അറപ്പുളവാകുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെർബൽ റേപ്പ് നടത്തുകയാണ്. ആ വെർബൽ റേപ്പ് നടത്തിയ ഒരാൾ ഷാഫി പറമ്പലിൻ്റെ ക്ലോസ് എയ്ഡാണ്. എനിക്കറിയാം, നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. അതിലൊരാൾ വെർബൽ റേപ്പ് നടത്തുകയാണ്. ഈ വെർബൽ റേപ്പ് നടത്താൻ ഈ പരീക്ഷകൾക്ക് ആരാണ് കേരളത്തിൽ അധികാരവും സ്വാതന്ത്ര്യവും കൊടുക്കുന്നത്? കോൺഗ്രസിനെ നന്മയിലേക്കും കോൺഗ്രസിനെ നേരായ വഴിക്കും നയിക്കണമെന്ന് പറയുകയും കോൺഗ്രസിന് വേണ്ടി നിരന്തരം തൂലിക ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് സഹയാത്രിയെ ഇന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ നമുക്കൊരു പരിഷ്കൃത സമൂഹത്തിൽ പറയാൻ പറ്റില്ല. ഇത് ഇവരുടെ ക്ലോസ് എയ്ഡാണ്. ഇവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ക്രിമിനൽ സിൻഡിക്കേറ്റുകളുടെ പിടിയിലായി പോകും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ആരൊക്കെ എതിർക്കുന്നതെന്ന് നോക്കൂ, ആരെയൊക്കെയാണ് ഇവർ അതിജീവിക്കുന്നതെന്ന് നോക്കൂ. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വ്യക്തമായി പറഞ്ഞില്ലേ, നടപടി ഉണ്ടാവും. ഇന്ന് VD സതീശനെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ ഈ വിഷയത്തിൽ? VD സതീശനെ സമ്മർദ്ദത്തിലാക്കിയില്ലേ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, എത്ര കളങ്കമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് സണ്ണി ജോസഫിൻ്റേത്. പേരാവൂരിൽ നിന്ന് വന്ന ആ മനുഷ്യൻ ഇന്ന് തലയുയർത്തി നടക്കാൻ പറ്റുന്ന സാഹചര്യമാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? ആ മനുഷ്യനെ സമ്മർദ്ദത്തിലാക്കിയില്ലേ? VD സതീശൻ പറയുന്നു രാജി വേണം, സണ്ണി ജോസഫ് പറയുന്നു വ്യക്തിപരമായി രാജി വേണം, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്, ബാക്കി പാർട്ടി തീരുമാനിക്കട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ രമേശ് ചെന്നിത്തല, അദ്ദേഹം അമേരിക്കയിൽ ഇരുന്ന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഒരു നിമിഷം വൈകാതെ രാജി എഴുതി വാങ്ങണം. ആ മനുഷ്യൻ അറിയാം, ഈ പ്രസ്ഥാനത്തെ വളർത്തിയ മനുഷ്യരുടെ വികാരം ഉൾക്കൊള്ളുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. ഈ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തിക്കണമെന്ന് കരുതുന്ന പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ് VD സതീശൻ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷ പദവി വന്നതെങ്കിലും ആ കോൺഗ്രസിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമം നടത്തുന്നയാളാണ് സണ്ണി ജോസഫ്. എല്ലാ സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങി വന്നില്ലേ? ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഉമാ തോമസ് പറഞ്ഞില്ലേ, വിശ്വാസം വരുന്നില്ലേ? ബിന്ദു കൃഷ്ണ പറഞ്ഞില്ലേ, വിശ്വാസം വരുന്നില്ലേ? ഇനി ആരുടെ വാക്കുകളാണ് കേരളത്തിന് കേൾക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേൾക്കേണ്ടത് ഷാഫി പറമ്പിലിൻ്റെയോ അതോ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വെട്ടുകിളികളുടെയോ? അവരാണോ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്? എന്തൊരു ദുര്യോഗമാണ് സാർ ഇത്. കേരളത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഇവിടെയാണ് ആബ്സെൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത്. കോൺഗ്രസിനെ അതിവേഗം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിന്, ഇന്നലെ ഉയർന്നു വന്നൊരു ക്രിമിനൽ സിൻഡിക്കേറ്റിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? കരുണാകരൻ ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ, AK ആന്റണി ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ,
ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ? ഈ കോൺഗ്രസിന് ഈ വഴിക്കാക്കിയതിന് ഉത്തരവാദിത്വം ഇവർ പറഞ്ഞേ മതിയാകൂ കേട്ടോ. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. എന്തിനാണ് ഷാഫി നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആർ ദേ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് സമൂഹം ചോദിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പങ്കാളിയാണോ എന്ന് സമൂഹം ഷാഫിക്കെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അങ്ങനെ പറയിപ്പിക്കണോ ഇനി വീണ്ടും? ഓരോ ദിവസം ഓരോ നിമിഷം വൈകും തോറും ദുർബലമായ പ്രതിരോധം തീർത്തു വരിക. മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇന്ത്യയിലെ എവിഡൻസ് നിയമത്തിൻ്റെ വകുപ്പുകൾ? ഒരു പെൺകുട്ടി എപ്പോൾ അത് വെളിപ്പെടുത്തണം എന്നുള്ളത് ആ പെൺകുട്ടിയുടെ താല്പര്യമാണ്. ആ പെൺകുട്ടിക്ക് പല കാരണങ്ങളാൽ അത് വെളിപ്പെടുത്താതിരിക്കാം. എന്നാൽ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള എവിഡൻസുകൾ ശേഖരിച്ചു പോകണം. ഇന്ന് അവന്തിക വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടെലിഗ്രാം ചാറ്റുകളിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എത്ര അറപ്പുളവാക്കുന്ന വാചകങ്ങളാ! നിങ്ങളുടെ തന്നെ ശബ്ദത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ, ഉത്തരവാദിത്വത്തോടു കൂടി. ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയുമോ? ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ, ആ ശബ്ദം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കരുതിയാൽ ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ അതില്ലാത്തിടത്തോളം കാലം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെങ്കിൽ, അത് ആ പെൺകുട്ടിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെതാണെങ്കിൽ, അത് ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ചിത്രം, ഒരു വിഷമത്തിൻ്റെ വേദനയുടെ ചിത്രമായി കേരളം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആ പദവിയിലിരിക്കാതെ രാജിവെച്ചൊഴിയണം. അയാൾ ഒഴിയുന്നില്ലെന്ന് മാത്രമല്ല, രാജിവെക്കുന്ന സമയത്ത് പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ആളാണ് അയാൾ പറഞ്ഞെന്താ? എന്നോടാരും പറഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനാവാൻ ശ്രമിച്ചു അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പാർട്ടിയുടെ പേരിൽ പാർട്ടി വില കൊടുത്ത് അയാൾ സ്വയം ഒരു വിശുദ്ധനാകാൻ ശ്രമിച്ചു. അതാണ് രാജിവെക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? പിന്നീട് പാർട്ടി പ്രസിഡന്റും മറ്റുള്ള നേതാക്കളും എല്ലാം വെളിപ്പെടുത്തിയില്ലേ, വ്യക്തമാക്കിയില്ലേ? പാർട്ടി ആവശ്യപ്പെട്ടു എന്നുള്ളത്, പാർട്ടി ചർച്ച ചെയ്തു എന്നുള്ളത്, പാർട്ടി എടുത്ത തീരുമാനമാണെന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മറച്ചു വെച്ചില്ലേ? ഇപ്പോൾ ഇത് ഇന്ന് വീണ്ടും ഈ പറയുന്ന ദുർബലമായ പ്രതിരോധം തീർത്ത് വീണ്ടും പാർട്ടിയെയും ഒപ്പം തന്നെ പാർട്ടി അണികളെയും അപഹസിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർമ്മ ഈസ് ബൂമറാങ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും തെളിവുകൾ വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും പല ആളുകളായി പല തെളിവുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്നുവരെ അവസാനിക്കുമെന്നാണ്? ഇയാൾ രാജിവെക്കാത്ത പക്ഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ ഈ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. അത് താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടെങ്കിൽ നിങ്ങൾ രാഹുലിനെ പേറിക്കോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പേര് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ദയവ് ചെയ്ത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് വിലക്കണം. കാരണം ഇന്നത് BJP ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രക്ഷയും ഒരുക്കരുത് കോൺഗ്രസ് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യരായിത്തീരും. ആ കമൻറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ പ്രേക്ഷകർക്കറിയാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എത്ര അപഹാസ്യനായി തീർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA. അതുകൊണ്ട് രാഹുൽ പുറത്താകും. പക്ഷേ അറിയുന്ന വിവരം അനുസരിച്ച് 1-2 ദിവസത്തിൻ്റെ സാവകാശം കൂടി എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു തീരുമാനം അവിടെ ഉണ്ടാവണം. VD സതീശൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പാടില്ല. പാർട്ടിക്കുള്ളിൽ എല്ലാ നേതാക്കളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ എത്ര വൈകുന്നോ അത്രയും ആ അർബുദം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മഹാർബുദമായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പുറത്തേക്ക് പോകേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാരണം ആ ശബ്ദരേഖകൾ പുറത്തു വന്ന് അതേക്കുറിച്ച് ജനം മുഴുവൻ ചർച്ച ചെയ്ത് ആ ശബ്ദരേഖകൾ ഒന്നുപോലും തള്ളിക്കളയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യവും നമ്മൾ കാണുകയാണ്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ ഒന്നുകിൽ രാജി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഈ ശബ്ദ സന്ദേശങ്ങൾ, അതായത് ഈ പുറത്തു വന്ന ഓഡിയോ ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയും. അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് എന്നെ ആരൊക്കെയോ ഗൂഢാലോചന നടത്തിക്കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ രാഹുലിന് പറയാനുള്ള അവസരമായിരുന്നു. പക്ഷേ രാഹുൽ അതൊന്നും പറയുന്നില്ല. അവന്തികയുടെ കാര്യം മാത്രം പറയുകയാണ്. അവന്തികയുമായി തനിക്ക് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്തിക തന്നെക്കുറിച്ച് അന്വേഷിച്ച് വന്ന ആ കോൾ റെക്കോർഡ് അടക്കം മാധ്യമപ്രവർത്തകൻ വിളിച്ചപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് രാഹുലിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവന്തികയുടെ ഒരു ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവന്തിക താനുമായി എത്രത്തോളം അടുപ്പത്തിലായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ആ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കാണുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് ഇവിടെ രാഹുൽ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ആ ഓഡിയോ അല്ലെങ്കിൽ ആ പെൺകുട്ടികളോട് ഗർഭഛിദ്രത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അത് തൻ്റെ ശബ്ദമല്ല
എന്ന് ഈ നിമിഷം വരെ രാഹുൽ പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഒന്നുകിൽ മാധ്യമങ്ങളോട് പറയാം, അല്ലെങ്കിൽ ധാരാളം റീച്ചുള്ള അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ അയാൾക്ക് ആ പോസ്റ്റ് ഇടാം. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്ന രീതിയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അതിനെ അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. എന്റെ ഒരു പക്ഷേ റീഡിങ് അതാണ്. രാഹുൽ ഗാന്ധിയെ ചാരി രാഹുൽ ഗാന്ധി എന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രവും രാഹുൽ ഗാന്ധി എന്നും ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ തനിക്ക് നേരിടുന്ന, താൻ വേട്ടയാടപ്പെടുന്ന ആ ഒരു തന്റെ ആ ഒരു ബുദ്ധിമുട്ട്, പ്രതിസന്ധി, തന്റെ ഒരു നിസ്സഹായാവസ്ഥ അതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ അങ്ങ് വലുതാക്കി കാണിക്കുന്ന ഒരു പോസ്റ്റ് ഇടുന്നു. ഈ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാമല്ലോ. ഞാൻ MLA സ്ഥാനം എന്തിനു രാജിവെക്കണം? ഈ പുറത്തു വന്ന ഓഡിയോയിൽ പറയുന്നത് അല്ലെങ്കിൽ ആ ശബ്ദം അത് എന്റേതല്ല എന്ന് പറയാമല്ലോ. ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പകരം അയാൾ പറയുന്നത് എന്താണ്? സാധാരണ മനുഷ്യരെ പോലെയൊക്കെ എനിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ്. അതിന്റെ അർത്ഥം നിഷേധിച്ചിട്ടില്ല. പക്ഷെ അവിടെയും അയാൾ സേഫായി നിൽക്കുന്ന ഒരു ഘടകമുണ്ട്. ഇന്ന് ഈ അവന്തികയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അത് മറ്റു പെൺകുട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ്. മറ്റൊരു പെൺകുട്ടിയുടെയും പേരോ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ചോ അയാൾ ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഇതുപോലെ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവന്തിക തന്നെ പറയുന്നുണ്ട്, ഓഗസ്റ്റ് 1-ാം തീയതി അവന്തിക അങ്ങോട്ട് അയച്ചു കൊടുത്ത ഓഡിയോ റെക്കോർഡാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എത്രാം തീയതിയാണ്? ഓഗസ്റ്റ് മാസം എത്രാം തീയതിയായി? അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അയാൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നേ. ഇതുപോലെ തന്നെയായിരിക്കും ഇതുപോലെയുള്ള പ്രെഡേറ്റേഴ്സിന്റെ കയ്യിലൊക്കെ ആരുമായിട്ടുള്ള കോൺടാക്റ്റും അല്ലെങ്കിൽ ആരുമായിട്ടുള്ള ചാറ്റിന്റെയും ദീർഘമായിട്ടുള്ള ആ ലിസ്റ്റുകൾ എല്ലാം തന്നെ ഉണ്ടാകും. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാകും പല പെൺകുട്ടികളും തുറന്നു പറയാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. കാരണം സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് അയച്ച സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓഡിയോ റെക്കോർഡുകൾ, അഭിപ്രായങ്ങളൊക്കെ തിരക്കുവന്നേ. നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളെ ആയിരിക്കുമല്ലോ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ അയാളോട് ഈ ഭൂമിയിലുള്ള സകല കാര്യത്തെക്കുറിച്ച്, സൂര്യന് താഴെയുള്ള സകല കാര്യങ്ങളും സംസാരിക്കും. അത്രയും വിശ്വാസത്തിലായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും പങ്കിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇയാൾ ഒരു സെക്ഷൽ റിലേഷൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും മറുഭാഗത്തുള്ള സ്ത്രീ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവര് മാനസികമായിട്ട് ഇയാളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയാണ് ഡിപ്പെൻഡന്റ് ആകുന്നത്. കാരണം അവര് ഈ ഒരു ലെസ്റ്റിനപ്പുറം അവരാഗ്രഹിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. അതൊരു ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെയാണ്. അപ്പോൾ ആ ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് സ്ത്രീകൾ പലതും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരുമോ എന്ന് ആ പെൺകുട്ടികൾക്ക് ഒരു ജീവിതം വേണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുടെ വലയിൽ വീണ് പോയിട്ടുള്ള പെൺകുട്ടികളെല്ലാം 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ളവരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നതനുസരിച്ച് നോക്കിയാൽ ഒരു 25 to 35 അല്ലെങ്കിൽ 20 to 35 ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. ആ പെൺകുട്ടികൾക്കൊക്കെ ഇനിയും മുന്നോട്ട് ജീവിതം ഉണ്ടെന്നേ. ആ ജീവിതം ആകെ ഇല്ലാതാക്കി കളയാൻ ഇയാൾക്ക് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ സാധിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകും. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും പരാതിപ്പെടാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നത് എന്ന് ഇയാൾക്ക് നന്നായി അറിയാം. കാരണം ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് കൃത്യമായി ഇതൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ടാകും. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇന്നത്തെ ആ പ്രതികരണം. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അവന്തിക അയച്ചു കൊടുത്ത കോൾ റെക്കോർഡ് പുറത്തു വിട്ടുകൊണ്ട്, അതായത് മാധ്യമപ്രവർത്തകൻ അവന്തികയെ വിളിച്ച കാര്യം പോലും എന്നോട് അവന്തിക പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക. ഒന്നാമത്തെ കാര്യം, ഓഗസ്റ്റ് 1-ന് ഇങ്ങനെ പറഞ്ഞ അവന്തിക ഓഗസ്റ്റ് 21 ആകുമ്പോഴേക്കും പ്ലേറ്റ് മാറ്റിയത് മറ്റാരോ പറഞ്ഞിട്ടാണ്, അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞൊരു ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കുക. അത് രാഹുൽ വിചാരിച്ചതുപോലെ അതേപോലെ ഉൾക്കൊള്ളണമെങ്കിൽ അത്രയും മണ്ടത്തരം തലയിലുള്ള ആളുകളൊക്കെ മാത്രമേ അത് ഉൾക്കൊള്ളുകയുള്ളൂ. അവരുടെ എണ്ണം എന്തായാലും കേരളത്തിൽ 1% താഴെയായിരിക്കും അത്രയും മണ്ടത്തരമുള്ള ആളുകൾ. അപ്പോൾ ബാക്കിയുള്ള 99%ത്തെയും പറ്റിക്കാൻ ഈ ഒരു പ്രതികരണം കൊണ്ട് കഴിയില്ല എന്നാണ് എൻ്റെ ഒരു സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം, പാർട്ടിക്ക് മുന്നിൽ പറയാനുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ പാർട്ടി കേൾക്കണമെന്നാണല്ലോ രാഹുൽ പറയുന്നത്. അത് ശരിയാണ്, കേൾക്കണം. കാരണം രാഹുൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇനിയും മുന്നോട്ട് അയാൾക്ക് പേഴ്സണൽ ആയാലും പ്രൊഫഷണൽ ആയാലും അയാൾക്കൊരു ജീവിതം വേണ്ട ആളാണ്. അല്ലാതെ അയാൾ ഇതോടുകൂടി ഇല്ലാതാകണം, നശിച്ചു പോകണമെന്നൊന്നും ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട്. അയാൾക്ക് തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനായിട്ടുള്ളൊരു സ്പേസ് അയാൾക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് എന്നത്, കാരണം മറ്റു മനുഷ്യരെ തളർത്തിക്കളയുകയാണ് ചെയ്തത്. എല്ലാ പെൺകുട്ടികളും ഒന്നും തിരിച്ച് ആ ഒരു ട്രോമയിൽ നിന്ന് ഒരേ രീതിയിൽ കരകയറി വരുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരും ഇയാളെ പോലെ തന്നെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കണം. അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന രീതിയിൽ വേണമെങ്കിൽ അത് മാറ്റിക്കളയാൻ. പക്ഷേ ഭൂരിഭാഗം പെൺകുട്ടികളും അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആ പെൺകുട്ടികൾ ഭയന്ന് മിണ്ടാതെ ഇരിക്കുന്നത്. അവന്തിക പോലും പറയുന്നുണ്ടല്ലോ, എനിക്ക് ഭയമാണ്, ഭയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഈ ഓഡിയോ റെക്കോർഡ് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചത്. കാരണം ആദ്യം വിളിച്ച മാധ്യമപ്രവർത്തകനോട് ഒരു ട്രസ്റ്റ് തോന്നണ്ടേ? ഇവിടെ ഇപ്പോൾ എനിക്ക് മനസ്സിലായത്, റിനി വന്ന് ഈ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ട്രിഗർ ആയിട്ടുണ്ട്. ആ ട്രിഗറിൽ നിന്നാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഓഡിയോ ആയാലും ഈ ഒരു 3-4 മാസമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മിക്കവാറും മാധ്യമപ്രവർത്തകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തുറന്ന പറച്ചിലുകൾ
ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലയളവിന് ഇടയിൽ മാത്രമാണ്. അതിന്റെ ട്രിഗർ ആയത് റിനിയുടെ ആ സംഭാഷണം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് എന്ത് ചെയ്യും? ഇപ്പോൾ രാജി എഴുതി വാങ്ങണം, അല്ലെങ്കിൽ രാജി വെക്കണം എന്നൊക്കെയുള്ള പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ രാജി വെച്ചില്ല എങ്കിൽ പുറത്താക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കാമല്ലോ. ആ ഓപ്ഷൻ എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് വൈകുന്നത്? ആരുടെ നോഡ് അല്ലെങ്കിൽ അനുമതിയാണ് കാത്തിരിക്കുന്നത്? അവിടെയാണ് ഡോക്ടർ അരുൺ പറഞ്ഞ ആ കാര്യത്തെ ഞാൻ സെക്കൻഡ് ചെയ്യുകയാണ്. ഇതിനുള്ളിൽ മറ്റൊരു ശക്തിയുള്ള ഒരു കേന്ദ്രം, കോൺഗ്രസിനകത്ത് തന്നെ മറ്റൊരു അധികാര കേന്ദ്രം, അത് രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ ഒന്നുമല്ല, അതല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു അച്ചുതണ്ട് ശക്തി വേറെയുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണെന്ന് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ VM സുധീരൻ വരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്താക്കുന്നതിന് നിങ്ങൾ ഇനിയും വച്ചു താമസിപ്പിക്കുന്നത് എന്തിനെ ഭയന്നാണ്? അതോ മറ്റാർക്കെങ്കിലും എതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നതാണോ ഈ ഭയത്തിന്റെ അടിസ്ഥാനം എന്ന് പോലും സാമാന്യ ജനം സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പല ആളുകളും അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരും ഒക്കെ ആ രീതിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ, അതിലേക്കാണ് കടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡാമേജ് അവിടെ തന്നെ തുടരുകയാണ്. അത് പൂർണ്ണമായും നീങ്ങുന്നില്ല. നമ്മളിപ്പോൾ ക്യാൻസർ ബാധിച്ച ഒരു ശരീരഭാഗമാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അത് കൃത്യമായിട്ടുള്ള സർജറിയിലൂടെ അതങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് അവിടെ ഇരുന്ന് മറ്റ് കോശങ്ങളിലേക്ക് കൂടി പടരട്ടെ എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന ശരീരത്തിനാണ് കേടുണ്ടാക്കുന്നത്. കോൺഗ്രസ് എന്ന ശരീരം ജീർണിച്ചു പോകും. പ്രത്യേകിച്ചും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യവുമായി മറുഭാഗത്ത് BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ ആ രീതിയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ക്യാമ്പയിൻ കൃത്യമായി അവർ കൊണ്ടുപോവുകയാണ്. അതിന് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടിംഗ് എലമെന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധി പോസ്റ്റ് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സമീകരിച്ചുകൊണ്ട് അവർക്ക് എഴുതാൻ കൂടുതൽ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പല പല ഗ്രൂപ്പുകളാണ് കോൺഗ്രസ് എന്ന് പറയും. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു രാജി ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നിലപാടാണ്. ഇന്ന് ഏറ്റവും ശക്തമായ നിലപാട് പറഞ്ഞ ഉമാ തോമസിന് ഒരു ഹാറ്റ്സ് ഓഫ്. ഉമാ തോമസിന്റെ ആ നിലപാട് കോൺഗ്രസ് എടുത്താൽ കോൺഗ്രസിന് നല്ലത്. ഇനി മുന്നോട്ട് ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തണം. KC വേണുഗോപാൽ വൈകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ ഞാൻ തൽക്കാലം വിശ്വാസം അർപ്പിക്കുകയാണ്. പുറത്തേക്കെന്നാണ് ഞാൻ കരുതുന്നത്. ഒറ്റ വാചകം കൂടി, രാഹുൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഒരു വേട്ടക്കാരൻ്റെ കൗശലത്തോടുകൂടി ഇരവാദം ശമിക്കുകയായിരുന്നു അയാൾ. വേട്ടക്കാരൻ്റെ കൗശലം എന്ന് പറഞ്ഞാൽ, ഇനി എനിക്കെതിരെ ആരെങ്കിലും തെളിവുമായി വന്നാൽ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ നിങ്ങളുടെ പഴയകാല ചാറ്റുകൾ ഞാനെടുത്ത് പുറത്തിടും എന്നാണ് പറഞ്ഞതിനർത്ഥം. കേരളത്തിലെ സ്ത്രീ മനസ്സുള്ള രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മനസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇതൊന്ന് വിശ്വസിക്കണം. ഇന്ന് അയാൾ ചെയ്തതിൻ്റെ രാഷ്ട്രീയമായിട്ട് അതിനെ ഡീകോഡ് ചെയ്തതാണ് അർത്ഥം. നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ നിങ്ങൾ എനിക്ക് മുൻപിൽ നമ്മൾ പ്രണയത്തിലായിരുന്ന സമയത്ത് സംസാരിച്ച ചാറ്റുകൾ പുറത്തുവിടും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അയാൾക്ക് ആ വേട്ടക്കാരൻ്റെ കൗശലമുണ്ട്. ഒപ്പം അയാൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത് തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ഇരവാദം കൂടിയാണ്. രാഹുൽ പുറത്തേക്കുമെന്നാണ് ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.